everyone, welcome back to our YouTube channel Shuttu and Mamma. അപ്പോൾ ഇന്ന് ഞാൻ ആസ് യൂഷ്വൽ കിച്ചണിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ലേ. ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഷുട്ടുവിന് ഒരു റൈസ് പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചു. ഒരു നോർമൽ ഒരു എഗ് റൈസ്. ഞാൻ ആള് ഭയങ്കര ബിരിയാണി ലവർ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ട് ഇടാന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, സ്കൂളൊക്കെ തുറന്നല്ലോ, കുട്ടികൾക്ക് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കിട്ടില്ല നൈറ്റാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1.5 ഉള്ളി എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 1.5 ഗ്ലാസ് അരിയൊക്കെ എടുക്കുന്നുള്ളൂ. അരി ഞാൻ ഓൾറെഡി അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ആവശ്യത്തിന്. അതുപോലെ തന്നെ ഞാൻ ഒരു ഗ്രീൻ ചില്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ആൾക്കാക്കുന്നതുകൊണ്ട് തന്നെ അധികം എരിവ് വേണ്ട. പിന്നെ മസാലയിൽ ഞാൻ കുറച്ചും കൂടെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ആൾക്ക് നല്ല സ്പൈസി ആയി പോവും. അതുകൊണ്ട് ഞാൻ ഒറ്റൊരു ഗ്രീൻ ചില്ലി എടുത്തിട്ടുള്ളത്. അത് നോക്കി എരിവ് നോക്കിയിട്ട് കുറച്ച് ഒന്ന് നമ്മുടെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും, കുറച്ച് ചിക്കൻ മസാലയും. അതെല്ലാം കൂടെ വരുമ്പോൾ നല്ല എരിവായി പോകും. അതുകൊണ്ട് ഞാൻ ഒറ്റൊരു ഗ്രീൻ ചില്ലി എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് അരി ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആദ്യം അരിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം മസാല ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടർ മെൽട്ടായി വരുന്നതിലേക്ക് കുറച്ച് ജീരകം, ഇച്ചിരി നല്ല ജീരകം. പെരുജീരകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പെരുജീരകം ഇല്ല, അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാത്ത. പിന്നെ നമ്മൾ 2 ഏലക്ക. ഇതെല്ലാം റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മൾ ഒരു 2-3 ഗ്രാമ്പു, പട്ട. നമ്മുടെ ബേ ലീവ്സ് ആഡ് ചെയ്താൽ നല്ലതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് സോട്ടായി വരണം. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും. അതിനുശേഷം നമ്മൾ വെള്ളമൊഴിക്കും. ഇപ്പം ഇതാ ഞാൻ ഇവിടെ ഒരു 1.5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 1.5 കപ്പ് ആയതുകൊണ്ട് ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കപ്പല്ല, ഗ്ലാസ്. ചെറിയൊരു ഗ്ലാസ്സിലാണ് ഞാൻ അളന്നിട്ടുണ്ടായിരുന്നത്. ഇതാ ഈ ഒരു ഗ്ലാസ് കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ തന്നെ അരി ഏതിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു മൂക്കാക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ആഡ് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഡ്രൈ ആയി കുറച്ചൊന്ന് റോസ്റ്റായി കിട്ടുമ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം. ഞാനത് ആഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഞാനിത് ഇപ്പോഴേ ഓരോന്നിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വരിക. എന്നുവെച്ചാൽ നാളെ ഷുട്ടൂനും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറ്. അങ്ങനെ ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്.
ഇപ്പം നമുക്കിതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഉപ്പൊക്കെ കറക്റ്റാ. ഇപ്പം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ റൈസ് ഇതാ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വേവ് നോക്കിയിട്ട് പിന്നെ മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ ഞാൻ എന്താ പറയുക മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊന്ന് വേവ് നോക്കട്ടെ. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമ്മളെ മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞോളൂ ഞാൻ ഇവിടെ ഒരു 1.5 ഉള്ളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടാം കുറക്കാം. ഇതിന് വേറെ ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ ഒരു സാലഡ് അല്ലെങ്കിൽ നമ്മളൊരു തൈര് മാത്രം ഉണ്ടെങ്കിൽ നന്നായിട്ട് അടിപൊളി കഴിക്കാൻ പറ്റുന്ന സാധനം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ലപോലെ അവിടെ നിന്ന് എല്ലാം കൂടെ സോട്ടായിക്കോളും. ഇപ്പം കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ മുട്ടയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സോസ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. തക്കാളിയും കൂടെ ഒന്ന് സ്മാഷായി വന്നതിന് ശേഷം ഞാൻ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നു. തക്കാളി നമുക്ക് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നല്ലപോലെ അഴിച്ചെടുക്കണം. എന്നാൽ നമുക്കിതൊന്ന് അടച്ചിട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ അഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി നമ്മുടെ ചിക്കൻ മസാല ഞാൻ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം
മസാല ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. കുറച്ച് നമ്മുടെ ഗരം മസാല നല്ലപോലെ പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം, അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മസാല ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഈ ഒരു സൈഡിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മുട്ടയിൽ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് നമുക്ക് കുരുമുളക് പൊടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരിത്തിരി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് ചേർക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പം മുട്ടയായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാനത് ചെയ്യും. നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കണമായിരിക്കും. അതിന് ശേഷം മാത്രമേ മൊത്തമായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ എഗ്ഗ് നല്ലപോലെ വെന്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. കഴിഞ്ഞു, നമ്മുടെ മസാല റെഡിയാണ്. നല്ലപോലെ എല്ലാ സൈഡിലും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, അപ്പം അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മതിയാവും. ഇനി നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ ഐറ്റം ആണ് മല്ലിച്ചപ്പ്. ഉപ്പൊക്കെ കറക്റ്റാ. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാം. നല്ലപോലെ നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് കുറച്ച് കട്ടയിൽ പോയിട്ടുണ്ടായിരുന്ന റൈസ്, ആ കട്ടയിൽ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വളരെ കുറച്ച് ഗരം മസാല ഒന്ന് തൂക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചു വെക്കാം.
ഞാൻ മേലെ കുറച്ച് ഗരം മസാലയും കൂടെ തൂക്കിയിട്ട് മൊത്തമായിട്ട് സെറ്റാക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഓക്കെ, തീ ഓഫ് ചെയ്തു കേട്ടോ. ഒരാളിതാ ബിരിയാണീൻ്റെ മണടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. നമുക്കപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തുറന്ന് ഞാൻ നന്നായിട്ടൊന്നും കൂടെ ഇളക്കി മിക്സാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇത് ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യും, കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ഭയങ്കര നല്ല ഓപ്ഷനാണ്. പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും, നമുക്ക് അധികം മെനക്കെടുകയും ചെയ്യാണ്ട്. അവർക്ക് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രിഫർ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തൈരും ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും, നമുക്ക് ഒന്നും ഇല്ലാണ്ടും നോർമലായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. നിങ്ങൾ എന്താ പറയുക, ആരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലാണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും, അതുവരെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.